നിങ്ങൾ വായ പൂട്ടിയിട്ടില്ലെങ്കിൽ ഞാനിടുന്ന നിങ്ങൾ കുത്തി ഇളക്കിയിട്ട് ഞാനങ്ങ് പോകും. ഉള്ള കാര്യം പറയാം. വായ്പൂട്ട്, നിങ്ങൾ വായ്പൂട്ട്, നിങ്ങൾ വായ്പൂട്ട്. ഇനി ആരെങ്കിലും ഒരാൾ ചോദിക്കും. അറിയിച്ചു. നേതാക്കന്മാരെ എല്ലാം ഞങ്ങൾ വേണ്ട പോലെ സത്യസന്ധമായി നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. MLA-മാരുടെ പിന്തുണ എപ്പോഴും വേണ്ടേ? ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അസ്തിത്വമല്ലേ MLA-മാര്. അവരെ പിന്തുണയില്ലാണ്ട് പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അവര് നമ്മളെ താങ്ങണം, അവര് നമ്മളെ താങ്ങും. അത് അവർ കണ്ടെത്തട്ടെ. മുഖ്യമന്ത്രിന്റെ താല്പര്യമല്ലേ അത്. അദ്ദേഹം കണ്ടുപിടിക്കട്ടെ ആരാണ് എനിക്ക് ഭൂരിപക്ഷം. എല്ലാവരെയും നോക്കണം. പാർട്ടി നേതാക്കന്മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും എല്ലാം മനസ്സ് നോക്കിയിട്ടായിരിക്കണം അതിന്റെ തീരുമാനം. അതല്ലാതെ നേതാക്കന്മാരുടേത് മാത്രമല്ല, സാധാരണ പാർട്ടി പ്രവർത്തകരുണ്ട്. ചോരയും നീരും പാർട്ടിക്ക് കൊടുക്കുന്ന പ്രവർത്തകന്മാർ, അവരുടെ വികാരവും കൂടെ തൊട്ടടുത്ത് വേണം ആരാന്ന് വേണം നിശ്ചയിക്കേണ്ടത്. ഞാൻ ആരെ പേരും പ്രശസ്തി ചെയ്തിട്ടില്ല. അത് ഇവിടുന്ന് പാർട്ടി തീരുമാനിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ, ആ പേര് വരട്ടെ, അപ്പം ഞാൻ കമന്റ് ചെയ്യാം. 5 വർഷം പ്രതിപക്ഷം നയിച്ച പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായും ഒരു അവസരം കൊടുക്കട്ടെ. പ്രതിപക്ഷ നേതാവിന് തന്നെ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. സൈഡ് AICC നിരീക്ഷകരുടെ മുന്നിൽ കൃത്യമായി തന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നിരവധിയായ നേതാക്കളും അണികളും ഒക്കെയുണ്ട്. അവരുടെ എല്ലാം വികാരത്തെ കണക്കിലെടുക്കണം എന്നതാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് MP അതോടൊപ്പം മുൻ KPCC അധ്യക്ഷനുമായി സുധാകരൻ പറഞ്ഞത്. അതേസമയം പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു അവസരം നൽകേണ്ടതല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട് എന്നതാണ് എടുത്തു പറഞ്ഞത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നേരത്തെ ഈ സൂചിപ്പിക്കുന്ന പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചിരുന്ന K സുധാകരൻ പിന്നീട് കൃത്യമായ നിലപാട് KC വേണുഗോപാലിന് വേണ്ടി അത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. പിന്നീട് അതിനെ പിന്തുണച്ചുകൊണ്ട് യുവ നേതാക്കളൊക്കെ വന്നതോടുകൂടിയാണ് വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ മട്ടിലാണ് പ്രതികരിച്ചത്. അരുണിലേക്ക് വീണ്ടും എത്തുമ്പോൾ, അരുൺ, KSന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും K സുധാകരന്റെ നിലപാട് നേരത്തെ അദ്ദേഹം കയറിപ്പോകുമ്പോൾ പറഞ്ഞത് എന്നെ പിന്തുണയ്ക്കുന്നവരെ ഞാനും പിന്തുണയ്ക്കും. ഇപ്പോൾ തിരികെ വന്ന് പറഞ്ഞ MLA-മാരുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. MLA-മാരുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. MLA-മാരാണ് തീരുമാനിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും MLA-മാരുടെ പിന്തുണയുള്ളവർക്ക് മുഖ്യമന്ത്രിയാകാം. MLA-മാരുടെ കൂടുതൽ പിന്തുണ കിട്ടുന്നവർക്ക് മുഖ്യമന്ത്രിയാകാമെന്ന സൂചന അത് തന്നെയാകാം ഒരുപക്ഷെ അദ്ദേഹം ഈ നിരീക്ഷകർക്ക് മുമ്പാകെയും അറിയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയും എന്ന് പറഞ്ഞാണ് അദ്ദേഹം K സുധാകരൻ മടങ്ങിപ്പോയത്. ഏതായാലും KC വേണുഗോപാലിന് ഇത്തരത്തിൽ നേതാക്കളുടെ പിന്തുണ ഏറുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. PJ കുര്യന്റെ വാക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റിയത് അതാണ്. K സുധാകരൻ പറഞ്ഞതും അത്തരം കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നേതാക്കളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. K സുധാകരൻ പറഞ്ഞതുപോലെ PJ കുര്യനും ഒക്കെ പറഞ്ഞത് MLA-മാരുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. കൊടിക്കുന്നിൽ സുരേഷ് പക്ഷെ പറഞ്ഞു, ഞാൻ AICC നേതൃത്വത്തിന്റെ കൂടി ഭാഗമാണ്, അതുകൊണ്ട് അത്തരമൊരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ്. അത്തരം അഭിപ്രായമുള്ളവരുമുണ്ട്. കൊടിക്കുന്നിലെ സ്വാഭാവിക പിന്തുണ VD സതീശനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. VD സതീശനുമായി ഇപ്പോൾ അടുപ്പം പുലർത്തുന്ന നേതാവ് കൂടിയാണ് കൊടിക്കുന്നിൽ. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടും. ഏതായാലും കൃത്യമായ ലേലം വിളിയിലേക്ക്, കൃത്യമായ തലയെണ്ണലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഈ MLA-മാരുടെ അഭിപ്രായം മാത്രമല്ല, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം വളരെ നിർണായകമായി മാറുന്നു, പ്രധാനമായി മാറുന്നു. മുതിർന്ന നേതാക്കളുടെ വാക്കുകൾക്കും AICC നേതൃത്വം ആ രീതിയിൽ വില കൊടുക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.